Hello everybody, welcome to Triple I Plus 2 Commerce CBSE YouTube channel. അപ്പം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്താണ് നോക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് കോൾസ് ഇൻ അരിയർ ആൻഡ് വാട്ട് ഈസ് കോൾസ് ഇൻ അഡ്വാൻസ്. ഓക്കെ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന്റെ ഒരു കോൺസെപ്റ്റ്, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, ഒരുപാട് പേർക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ക്ലിയർ ആക്കും, തറവാക്കും. ഓക്കെ, വിത്ത് ഒരു കുറച്ച് എക്സാമ്പിൾസും കുറച്ച് പ്രോബ്ലമും ഒക്കെ, ചെറിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഒക്കെ നോക്കിയാൽ തന്നെ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് കോൺസെപ്റ്റ് മനസ്സിലായാൽ തന്നെ എന്ത് തരം പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും നിങ്ങളത് സോൾവ് ചെയ്യും എന്ന് ഞാൻ ഉറപ്പ് തരുവാണ്. ഓക്കെ, അപ്പൊ എന്താണ് കോൾസ് ഇൻ അരിയർ നമുക്ക് നോക്കാം. സംടൈംസ് ഷെയർ ഹോൾഡേഴ്സ് ഫെയിൽ ടു പേ ദ എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെന്റ് ഓർ കോൾസ്. സച്ച് എമൗണ്ട് ഇസ് കോൾഡ് കോൾസ് ഇൻ അരിയർ. ഒന്നുമല്ല, നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു കമ്പനി, ഓക്കെ, ഒരു കമ്പനി എന്ത് ചെയ്തു, ഒരു കമ്പനി കുറച്ച് ഷെയർസ് ഇഷ്യൂ ചെയ്തു. സേ ഒരു ഇഷ്യൂഡ് ഒരു 1 lakh rupees അല്ലെങ്കിൽ 1 lakh ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തത് എന്ന് നമുക്ക് സങ്കല്പിക്കാം. ഓക്കെ, 1 lakh ഷെയർസ് അറ്റ് റുപ്പീസ് എന്താണ് ഒരു 10 each എന്ന് പറയാം. ഓക്കെ, ഇത് ഇത്രയും മനസ്സിലായി. ഒരു കമ്പനി എന്ത് ചെയ്ത് പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്ത് 1 lakh ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തത് അറ്റ് റുപ്പീസ് 10 each. അപ്പൊ എന്താണ്, സ്വാഭാവികമായിട്ടും പബ്ലിക് ഒരുപാട് പേര് സബ്സ്ക്രൈബേഴ്സ് വരും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരുപാട് പേര് എന്ത് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരുന്നു, സബ്സ്ക്രൈബ് ചെയ്തു. സേ ഒരു 98,000 ഷെയർസ് എന്ത് ചെയ്തു, 98,000 ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തു. ബാക്കി 1 lakh ഷെയർസ് അല്ല ഇഷ്യൂ ചെയ്ത, ബാക്കി മനു എന്ന് പറയുന്ന ഒരാള്, ഓക്കെ, മനു എന്ന് പറയുന്ന ഒരാള് ബാക്കി എത്ര 2,000 ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വെക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഈ ഒരു എമൗണ്ട് എങ്ങനെയായിരിക്കും മേടിക്കുക? ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരിക്കും മേടിക്കുക. ആദ്യം ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ആദ്യം ആപ്ലിക്കേഷൻ മണി ആയിട്ടൊരു 3 രൂപ നമുക്ക് വെക്കാം. ആൻഡ് അലോട്ട്മെന്റ് മണി ആയിട്ട് നമുക്കൊരു 2 രൂപ വെക്കാം. ആൻഡ് ഫസ്റ്റ് കോൾ സമയത്ത് ഒരു 2 രൂപ. ആൻഡ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ സമയത്ത് 2 രൂപ, സോറി 3 രൂപ. ഓക്കെ, 3 രൂപ. ഇപ്പം ടോട്ടൽ 10 ആയോ? 10 അല്ലായിരുന്നോ? യെസ്, നമുക്ക് വേണ്ടത് 10 രൂപ ആയി. ഇങ്ങനെയായിരുന്നു നമുക്ക് അവര് മേടിച്ചിരുന്നത്, കോൾ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പം ഈ ബാക്കിയുള്ള, അതായത് ഈ 98,000 ഷെയർസും മേടിച്ച ആൾക്കാർ ആപ്ലിക്കേഷൻ മണി 3 രൂപ വിളിച്ചപ്പം കറക്റ്റായിട്ട് അവർ പേ ചെയ്തു. അലോട്ട്മെന്റ് മണി അവർ കമ്പനി വിളിച്ചപ്പം വളരെ കറക്റ്റായിട്ട് അവർ പേ ചെയ്തു. ആൻഡ് ഫസ്റ്റ് കോൾ വിളിച്ചപ്പം 2 രൂപ അവർ കറക്റ്റായിട്ട് പേ ചെയ്തു. ആൻഡ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ 3 രൂപ വിളിച്ചപ്പോഴും അവർ കറക്റ്റായിട്ട് പേ ചെയ്തു. അത് ഓക്കെ ആയി. അതിനകത്ത് ഇനി നമുക്കൊന്നും മാറ്റാനില്ല, അതിലൊരു ഡൗട്ടും നമുക്കില്ല. പക്ഷെ മനുവിന്റെ കേസിൽ വന്നപ്പം 2000 ഷെയർസ് ആണ് മനു സബ്സ്ക്രൈബ് ചെയ്തത്. മനസ്സിലായോ? 2000 ഷെയർസിൽ ആദ്യം ആപ്ലിക്കേഷൻ മണി 3 രൂപ കറക്റ്റായിട്ട് മനു പേ ചെയ്തു. ഓക്കെ, പക്ഷെ അലോട്ട്മെന്റ് മണി വന്നപ്പം, അലോട്ട്മെന്റ് 2 രൂപ വിളിച്ചപ്പം അദ്ദേഹം എന്ത് ചെയ്തില്ല, പേ ചെയ്തില്ല. ഫസ്റ്റ് കോൾ വിളിച്ചപ്പം അദ്ദേഹം പേ ചെയ്തില്ല. അതുപോലെ തന്നെ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ 3 രൂപ വിളിച്ചപ്പോഴും അവരെന്ത് ചെയ്തില്ല, മനു പേ ചെയ്തില്ല. ചിലപ്പം കാശ് കാണത്തില്ലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് പേ ചെയ്തിട്ടില്ല. നമ്മൾ ഇനി ജഡ്ജ് ചെയ്യാനൊന്നും പോണ്ട. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ, അലോട്ട്മെന്റ് സമയത്ത് അല്ലേ പേ ചെയ്യാതെ ഇരുന്നിട്ടുള്ളത്? യെസ്, അലോട്ട്മെന്റ് സമയത്ത് 2000 ഷെയർസ് ആണ് മനു മേടിച്ചത്. അലോട്ട്മെന്റ് സമയത്ത് വിളിച്ചത് 2 രൂപയാണ്. അതായത് 4000 രൂപ ആ സമയത്ത് പേ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തില്ല. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് കോൾ സമയത്ത് 2000 ഷെയർസ് ആണ് അദ്ദേഹം സബ്സ്ക്രൈബ് ചെയ്തത്. 2 രൂപ വെച്ചാണ് ഫസ്റ്റ് കോൾ സമയത്ത് വിളിച്ചത്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തില്ല, 4000 രൂപ പേ ചെയ്തില്ല. ഓക്കെ, സെക്കൻഡ് കോൾ സമയത്ത് 2000 രൂപയാണ് അദ്ദേഹം സബ്സ്ക്രൈബ് ചെയ്തത്. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിൽ 3 രൂപ വെച്ചാണ് വിളിച്ചത്. പക്ഷേ 2000 into 3 എന്ന് പറയുന്നത് 6000 ആണ്. 6000 എന്ത് ചെയ്തില്ല, പേ ചെയ്തില്ല. ഓക്കെ, അപ്പം ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ, അതായത് കളക്ട് ചെയ്തില്ല, അൺപെയ്ഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആണിത്. അദ്ദേഹം പേ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ചെയ്തില്ല. ആ അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. എന്നാൽ കമ്പനി കോൾ ചെയ്തോ എന്ന് ചോദിച്ചാൽ കോൾ ചെയ്തു, പക്ഷെ അദ്ദേഹം പേ ചെയ്തില്ല.
മനസ്സിലായോ? അതിനെയാണ് നമ്മൾ കോൾസ് ഇൻ അരിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ഇപ്പൊ ഒന്നത് വായിച്ചു നോക്കി. സംടൈംസ് ഷെയർ ഹോൾഡേഴ്സ്, അതായത് മനു ഒരു ഷെയർ ഹോൾഡർ അല്ലേ? ആണ്. സംടൈംസ് ഷെയർ ഹോൾഡേഴ്സ് ഫെയിൽ ടു പേ ദ എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെന്റ് ഓർ കോൾ. ചിലപ്പം അലോട്ട്മെന്റിലാവാം, ചിലപ്പം ഏതെങ്കിലും ഒരു കോളിലാവാം, ഏതെങ്കിലും ഒരു സമയത്താവാം. ഓക്കെ, അലോട്ട്മെന്റ് ഓർ കോളിൽ ഡ്യൂ ആയിട്ടുള്ളപ്പം അദ്ദേഹം എന്ത് ചെയ്തില്ല? പേയ്മെന്റ് ചെയ്തില്ല. സച്ച് എമൗണ്ട് ഇസ് കോൾഡ് കോൾസ് ഇൻ അരിയേഴ്സ്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് ഇതിന്റെ എന്താണ് ജേർണൽ എൻട്രീസും കൂടി അങ്ങ് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അങ്ങ് ക്ലിയർ ആവും. ആദ്യം എന്താണ് ഡ്യൂ എന്ന് പറയുന്ന, ഡ്യൂ അല്ല, ആദ്യം റിസീവ്ഡ് എന്ന് പറയുന്ന ഇതാണ്. ആപ്ലിക്കേഷൻ സമയത്ത് ആദ്യം തുടങ്ങുന്ന ജേർണൽ എൻട്രി റിസീവ്ഡ് എന്ന് പറയുന്നുള്ള ഒരു ജേർണൽ എൻട്രി വെച്ചിട്ടാണ് അല്ലേ? അപ്പം റിസീവ്ഡിന്റെ ജേർണൽ എൻട്രി എങ്ങനെയാണ്? ആദ്യം പൈസ ഇങ്ങോട്ട് വരുന്നു. എത്ര രൂപയാണ് ആപ്ലിക്കേഷൻ സമയത്ത് വിളിച്ചത്? 3 രൂപ വെച്ചാണ് വിളിച്ചത് അല്ലേ? 1 lakh ഷെയർസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? 1 lakh into 3 എന്ന് പറയുന്നത് 3 lakh അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ അവർക്ക് റിസീവ് ചെയ്തു. ഇത് ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അതായത് റിസീവ് കഴിഞ്ഞ ഉടനെ ഇത് റിസീവ്ഡ്, അടുത്തത് എന്താവും? ഡ്യൂ ആവും അല്ലേ? അടുത്തത് എന്താവും? ഡ്യൂ ആവും. ഡ്യൂ ആവുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുവാണ്. ട്രാൻസ്ഫർ ചെയ്യുമ്പം സെയിം എമൗണ്ട് ആണ്, 3 lakh. അവിടെ ഒരു അരിയറും ആരും ഒന്നും വെച്ചിട്ടില്ല. അവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ്, പിന്നെ നമുക്ക് എന്ത് വേണം? അലോട്ട്മെന്റ് സമയത്ത് വിളിക്കണം. വിളിച്ചാൽ മാത്രമേ, അതായത് ഞങ്ങൾക്കിപ്പോൾ പൈസ വേണം എന്നും പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ മാത്രമേ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് പേ ചെയ്യത്തുള്ളൂ. അങ്ങനെയല്ലേ? അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഡ്യൂ ആക്കണം. ഡ്യൂ ആവുന്നതിൻ്റെ എൻട്രി എങ്ങനെയാണ്? അലോട്ട്മെന്റ് സമയത്താണ്. അതുകൊണ്ട് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അത് നമുക്ക് അറിയാം. എത്ര രൂപയായിരുന്നു ഇവർ വിളിച്ചത്? എത്ര രൂപയായിരുന്നു? അലോട്ട്മെന്റ് സമയത്ത് 2 രൂപ വെച്ചാണ് വിളിച്ചത്. അതായത് 1 lakh ഷെയർസ് എത്ര രൂപയാണ് വിളിച്ചത്? 2 രൂപ വെച്ചാണ് വിളിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ 2 ലക്ഷം എന്ന് എഴുതുന്നതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് 2 ലക്ഷമാണ് ഡ്യൂ. നമുക്ക് 2 ലക്ഷമാണ് കിട്ടാനുള്ളത്. ഏത് സമയത്താണ്? അലോട്ട്മെന്റ് സമയത്ത് നമുക്ക് 2 ലക്ഷമാണ് കിട്ടാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡ്യൂ എന്ന് വിളിക്കുന്നത്. ഡ്യൂ കഴിഞ്ഞിട്ട് പബ്ലിക് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്ത് ചെയ്ത്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ എന്ത് ചെയ്ത്? പേയ്മെന്റ് ചെയ്തു. അപ്പൊ നമുക്ക് റിസീവ്ഡിന്റെ എങ്ങനെയാണ്? അടുത്തത് റിസീവ്ഡിന്റെ എൻട്രി എങ്ങനെയാണടാ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റാ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. അലോട്ട്മെന്റ് സമയത്താണല്ലോ അലോട്ട്മെന്റ് അക്കൗണ്ട്. ആ സമയത്താണ് നമ്മുടെ മനു എന്ത് ചെയ്ത്? 2000 രൂപയുടെ ഷെയർസ് 2000 ഷെയർസിന്റെ ആ അലോട്ട്മെന്റ് മണി അവരെന്ത് ചെയ്തില്ല? പേയ്മെന്റ് ചെയ്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായി? ഒരു കോൾസ് ഇൻ അരിയർ ആയി. കോൾസ് ഇൻ അരിയർ എന്ന് പറയുമ്പം കോൾസ് ഇൻ അരിയർ നമുക്ക് കിട്ടാനുള്ള മണിയാണ്. ഫ്യൂച്ചറിൽ നമുക്ക് അത് എന്തായാലും കിട്ടും. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക? ഓബ്വിയസ്ലി ഒരു അസറ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക അല്ലേ? അസറ്റ് ഇൻക്രീസ് ആകുമ്പം നമുക്ക് ഏത് ബാലൻസാ വരിക? അസറ്റ് ഇൻക്രീസ് ആകുമ്പം ഏത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടാനുള്ള മണിയാണ്. വി വിൽ ട്രീറ്റ് ഇറ്റ് ആസ് എൻ അസറ്റ്. അസറ്റ് അവിടെ ഇൻക്രീസ് ആവുകയാണ്. അതുകൊണ്ട് നമുക്ക് അത് ഏത് ബാലൻസ് ആയിട്ട് എടുക്കാം? ഡെബിറ്റ് ബാലൻസ് ആയിട്ട് എടുക്കാം. സോ ഇവിടെ കണ്ടോ, ഡെബിറ്റ് ബാലൻസ് ആയിട്ടാണ് നമ്മൾ കോൾസ് ഇൻ അരിയറിനെ കാണിച്ചേക്കുന്നത്. ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. ഡ്യൂ ആയത് നമ്മൾ ഇനി ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യുന്നോണ്ട് ഇവിടെ ഡ്യൂ ആയത് നമ്മളത് ക്യാൻസൽ ചെയ്ത് എന്ത് ചെയ്തു? യെസ്, ക്രെഡിറ്റിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് അത് ക്യാൻസൽ ആവും. അങ്ങനെയാണ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് എന്ന് വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ എമൗണ്ട് എങ്ങനെ നമ്മൾ എഴുതും? അതാണ് ഇവിടെ ചോദ്യം. കോൾസ് ഇൻ അരിയർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്. നമ്മുടെ ബാങ്കിൽ എത്ര രൂപയാണ് വന്നത് എന്ന് നമ്മൾ ആദ്യം നോക്കണം. എത്ര രൂപയാണ്? 98,000 ഷെയർസ്. ഇത്രയും പേര് ഷെയർസ് മേടിച്ചവർ ഇത്രയും പേര് എന്തായാലും പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അത്രയും രൂപ എന്തായാലും ബാങ്കിൽ വന്നിട്ടുണ്ടാവുമല്ലോ, ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 98,000 ഷെയർസ് ഇൻറ്റു
എത്ര രൂപയാണ് അലോട്ട്മെന്റ് സമയത്ത് വിളിച്ചത്? അലോട്ട്മെന്റ് സമയത്ത് 2 രൂപ വെച്ചാണ് വിളിച്ചത്. അപ്പൊ നമുക്ക് എത്ര രൂപയെന്നും പറഞ്ഞ് എഴുതാം. 98,000 into 2 എന്ന് പറയുന്നത് 1,96,000. ഇതാണ് നമുക്ക് ആക്ച്വലി റിസീവ് ചെയ്ത മണി എന്ന് പറയുന്നത്. പക്ഷെ കോൾസ് ഇൻ അരിയർ ആയിട്ട്, അതായത് നമ്മുടെ മനു എന്ന് പറയുന്ന ആള് ആ 2,000 രൂപയുടെ 2,000 ഷെയർസിന്റെ മണി ഇതുവരെയും അലോട്ട്മെന്റ് സമയത്ത് പേ ചെയ്തിട്ടില്ല. അപ്പൊ അത് നമ്മൾ കോൾസ് ഇൻ അരിയർ ആയിട്ട് ഡെബിറ്റ് സൈഡിലായിരിക്കും കാണിക്കുക. അതെന്താന്ന് മനസ്സിലായല്ലോ? ഓക്കെ, എങ്ങനെയാ ഇത് കാണിക്കുക? എത്ര രൂപയാണ് മനു സബ്സ്ക്രൈബ് ചെയ്ത ഷെയർ എന്ന് പറയുന്നത്? 2,000 രൂപയല്ലേ? എത്ര രൂപയായിരുന്നു അലോട്ട്മെന്റ് സമയത്ത് നമുക്ക് കിട്ടേണ്ടതായിട്ടിരുന്നത്? 2 രൂപ വെച്ചല്ലേ വിളിച്ചത്. അതായത് അലോട്ട്മെന്റ് സമയത്ത് 2,000 ഷെയർസ് ഇൻറ്റു 2 എന്ന് പറയുന്നത് 4,000 റുപ്പീസ് ആണ് നമ്മുടെ അലോട്ട്മെന്റ് സമയത്തുള്ള കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഇവിടെ അങ്ങ് കാണിക്കാം. ഇപ്പം ടോട്ടൽ എത്രയായി? ഷെയർ അലോട്ട്മെന്റിൽ നമുക്ക് എത്ര എഴുതാം? 2 lakh എഴുതാം. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. അതേപോലെ ഇനി അടുത്തത് ഫസ്റ്റ് കോൾ വിളിച്ചു. ഫസ്റ്റ് കോൾ വിളിച്ചപ്പം അതാദ്യം ഡ്യൂ ആവും. വിളിച്ചതേ ഉള്ളു, നമുക്കിനി കിട്ടാനുള്ള പൈസയാണ്. അത് നമ്മൾ എങ്ങനെയായിരിക്കും കാണിക്കുക? ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റാർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓക്കെ ആണോ? എത്ര രൂപയാണ് നമ്മൾ ഇവിടെ എഴുതുക? 1 lakh അല്ലേ നമ്മുടെ ഷെയർ എന്ന് പറയുന്നത്? 1 lakh ആണ് നമ്മുടെ ടോട്ടൽ ഷെയർ. എത്ര രൂപയാണ് ഫസ്റ്റ് കോളിൽ വിളിച്ചത്? 2 രൂപ വെച്ചാണ് വിളിച്ചത്. ഇൻറ്റു 2 ചെയ്യുമ്പം 2 lakh. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇനി റിസീവ് ചെയ്തു, ഡ്യൂ ആയി, പബ്ലിക് ഷെയർ ഹോൾഡേഴ്സ് പേയ്മെന്റ് ചെയ്തു. എത്ര രൂപയാണ് ഇവിടെ നമുക്ക് ബാങ്കിൽ റിസീവ് ആയത്? 98,000 ഷെയർസിന്റെ ആണ് റിസീവ് ആയത്. ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1,96,000 തന്നെയാണ് ബാങ്കിൽ നമുക്ക് ഫസ്റ്റ് കോൾ സമയത്തും റിസീവ് ആയത്. ഇവിടെയും കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ട്. മനു പേ ചെയ്തോ? ഇല്ല. 2,000 ഇൻറ്റു 2 4,000 റുപ്പീസ് മനു തരാനുണ്ടായിരുന്നു, പക്ഷെ തന്നില്ല. കോൾസ് ഇൻ അരിയേഴ്സിൽ നമ്മൾ അതെടുത്തിടും. സോ 2,000 ഇൻറ്റു 2 4,000 നമുക്ക് കിട്ടാനുള്ളതാണ്. ടോട്ടൽ 2 lakh എന്നും പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഇത്ര ഓക്കെ ആണോ? ഇതേപോലെ തന്നെയാണ് ഫൈനൽ കോളിലും നമുക്ക് സംഭവിക്കുന്നത്. ഡ്യൂ എന്നും പറഞ്ഞ് ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന് എഴുതാം. ഓക്കെ, ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റാർ ടു, അല്ലെങ്കിൽ ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റാർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എത്രയായിരുന്നു ലാസ്റ്റ് വിളിച്ചത്? ലാസ്റ്റ് ശ്രദ്ധിക്കണം, 2 അല്ല 3 റുപ്പീസ് ആണ് വിളിച്ചത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 lakh ഇൻറ്റു 3 കാണിച്ചാൽ 3 lakh ആണ് നമുക്ക് കിട്ടാനുള്ള മണി എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടാനുള്ളത് എത്രയാണ്? 3 lakh ആണ് നമുക്ക് കിട്ടാനുള്ളത്. ഇനി റിസീവ് ചെയ്തപ്പം എത്രയാണ് നമുക്ക് റിസീവ് ആയത്? 98,000 ഷെയർസ് മേടിച്ച ആൾക്കാർ മാത്രമേ റിസീവ് ചെയ്തോളൂ. ഇൻറ്റു 3 ചെയ്യുമ്പം നമുക്ക് 98 ഇൻറ്റു 3 എന്ന് പറയുന്നത് 2,94,000 ആണ് നമുക്ക് കിട്ടുക. ഇവിടെയും മനു അൺപെയ്ഡ് ആണ് ചെയ്തത്. അതായത് കോൾസ് ഇൻ അരിയേഴ്സ് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 2 lakh ഷെയർസ് ആണ് മേടിച്ചത്. ഇൻറ്റു ഫൈനൽ എത്ര രൂപയുടെ കോളായിരുന്നു? 3 റുപ്പീസിന്റെ കോളായിരുന്നു, വിച്ച് ഇസ് 6,000 റുപ്പീസ് കോൾസ് ഇൻ അരിയർ ആയിട്ട് പോയി. ടോട്ടൽ എത്രയായി? ടോട്ടൽ ഇസ് ഈക്വൽ ടു 3 lakh ആയി. സിമ്പിൾ. നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. അതായത് കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടാനുള്ള, നമ്മൾ ചോദിച്ചു, അവർക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള സമയമാണ്. ആ സമയത്ത് അവരെന്ത് ചെയ്തില്ല? പേയ്മെന്റ് ചെയ്തില്ല. അപ്പൊ അതെന്തായിട്ട് മാറും? ഒരു ഔട്ട്സ്റ്റാൻഡിങ്, അവർ അൺപെയ്ഡ് ആണ്. നമുക്കത് കിട്ടാനുള്ള പൈസയാണ്. ഫ്യൂച്ചറിൽ അത് എന്തായാലും നമുക്ക് കിട്ടേണ്ട പൈസ തന്നെയാണ്. സോ അത് നമ്മളൊരു അസറ്റ് ആയിട്ടാണ് നമ്മളതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അസറ്റ് ഇൻക്രീസ് ആകുമ്പം അതെന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അതേപോലെ തന്നെയാണ് കോൾസ് ഇൻ അരിയറും. അതുകൊണ്ടാണ് കോൾസ് ഇൻ അരിയർ എന്തായിട്ട് മാറുന്നത്? ഡെബിറ്റ് ആയിട്ട് മാറുന്നത്. ഇത് ഓക്കെ ആയല്ലോ? ഇത് ഓക്കെ. ഇനി ഒരു പക്ഷേ മനു ഹാസ് പെയ്ഡ്, അതായത് ഒരു മാസം കഴിഞ്ഞിട്ട്, ഇപ്പൊ ഇത്രയും വിളിച്ചില്ലേ, എത്രയാ? 2,000, ഒരു 4,000 രൂപ, 4,000 രൂപ ആൻഡ് 6,000 രൂപ, ഇത്രയും രൂപ മൊത്തത്തിൽ എത്രയാണ്?
14,000 14,000 റുപ്പീസ് ആണ് മനു കമ്പനിക്ക് കൊടുക്കാനുള്ളത്. പക്ഷെ കൊടുത്തില്ലല്ലോ. ഒരു മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം പേ ചെയ്തു. ഓക്കെ എന്ന് വെക്കുക. സപ്പോസ് മനു പെയ്ഡ് എവ്രിതിങ് ആഫ്റ്റർ 1 month എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒന്നുമില്ല, ആ കോൾസ് അരിയർ എടുത്ത് ക്യാൻസൽ ചെയ്താൽ മതി. എവിടെയായിരിക്കും പോകുന്നത്? കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലായിരിക്കുമല്ലോ പോകുന്നത്. അതെ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ഡെറ്റാർ. പിന്നെന്താണ്? കോൾസ് അരിയർ നമ്മൾ അവിടെ ഡെബിറ്റ് ബാലൻസ് ആണ് വെച്ചത്. ഇപ്പം കൊടുത്തു കഴിഞ്ഞല്ലോ. കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്തായിട്ട് ചെയ്യും? നമ്മൾ ക്രെഡിറ്റിലാക്കും. അങ്ങനെയല്ലേ അതിനെ ക്യാൻസൽ ചെയ്യുന്നത്. ക്രെഡിറ്റ് ആകുമ്പോഴത്തേക്ക് ടു കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. നാണ്ട നോക്കിക്കേ, കോൾസ് ഇൻ അരിയർ. ഓരോ കോൾസ് ഇൻ അരിയറും എടുത്ത് നോക്കിക്കേ. 4,000, പിന്നെ ദാണ്ട ഇവിടെ 4,000, പിന്നെന്താണ് ഇവിടെ 6,000 ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടി? ഡെബിറ്റില് 14,000 ആൻഡ് ക്രെഡിറ്റില് 14,000. ഇങ്ങനെയാണ് ഇതങ്ങ് എഴുതി തീർക്കുന്നത്. ഒരു പക്ഷേ ഫ്യൂച്ചർ ഡേറ്റിൽ കൊടുത്താൽ, ഓക്കെ, ഒരു മാസം കഴിഞ്ഞ് അദ്ദേഹം കൊടുത്താൽ ഇങ്ങനെയാണ്. ഇങ്ങനത്തെ ഒരു ജേർണൽ എൻട്രി എഴുതിയിട്ടാണ് അതങ്ങ് ക്യാൻസൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇതിനകത്ത് നമുക്ക് CBSE സിലബസിൽ നമുക്കിത് പഠിക്കാനില്ല. അതായത് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ എന്നും പറഞ്ഞ് നമുക്കത് പ്രത്യേകിച്ച് പഠിക്കാനില്ല. ഇത് CA ഫൗണ്ടേഷൻ കോഴ്സ് അങ്ങനെ ഉള്ള കോഴ്സുകളൊക്കെയാണ്. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ എന്നും പറഞ്ഞ് വളരെ ഡീപ്പായിട്ട് തന്നെ അവിടെയൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ ആസ് എ 12th CBSE സ്റ്റുഡൻറ്റ് നിങ്ങൾക്കിത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. പക്ഷേ ഇതിൻ്റെ റേറ്റ് ഒന്ന് നോക്കി വെക്കുക. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയറും അതിൻ്റെ റേറ്റ് അതൊന്ന് നിർബന്ധമായിട്ടും നോക്കി വെക്കേണ്ടതാണ്. ഒന്നുമില്ല, കോൾസ് ഇൻ അരിയർ നമുക്ക് അതായത് ആസ് എ കമ്പനീസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുക. ആസ് എ കമ്പനി എനിക്ക് കിട്ടാനുള്ള പൈസയാണ്. പക്ഷേ 1 മാസമായി, 2 മാസമായി, 3 മാസമായി, ഇത്രയും മാസമായിട്ട് അദ്ദേഹം എനിക്ക് ആ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് അവിടെ എന്ത് ആഡ് ചെയ്യാം? എനിക്കവിടെ എൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആഡ് ചെയ്യാനുള്ള റൈറ്റ് എനിക്കുണ്ട്. മനസ്സിലായോ? ആ റൈറ്റ് എനിക്കുണ്ട്. അപ്പം ഈ റേറ്റ് എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് ഞാൻ തീരുമാനിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അതാണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതായത് ഈ ഒരു കാര്യം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന്, കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതിനകത്ത് റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ റേറ്റ് തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതായത് ആ കമ്പനിക്ക് എടുക്കാവുന്നതാണ്. ഒരു പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, മാക്സിമം ഒരു കമ്പനിക്ക് എടുക്കാൻ പറ്റുന്ന റേറ്റ് എന്ന് പറയുന്ന ആ റേറ്റ് എവിടെ തന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ കമ്പനീസ് ആക്ട് 2013 ടേബിൾ എഫിൽ, ഓക്കെ, ടേബിൾ എഫിൽ കോൾസ് ഇൻ അരിയറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര വരെ പോകാം എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അറ്റ് റുപ്പീസ് എന്താണ് 10% പെർ ആനം വരെ. ഇതാണ് നമ്മുടെ മാക്സിമം റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു റേറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് നോക്കാം. ദ കമ്പനി ഇഫ് ഓത്തറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മേ ചാർജ് ഇൻട്രസ്റ്റ് അറ്റ് ദ സ്പെസിഫൈഡ് റേറ്റ് ഓൺ കോൾസ് ഇൻ അരിയർ ഫ്രം ദ ഡ്യൂ ഡേറ്റ് ടു ദ ഡേറ്റ് ഓഫ് പേയ്മെന്റ്. എന്ന് തൊട്ടാണോ ഡ്യൂ, അതായത് എന്നാണോ നമ്മൾ പേ ചെയ്യാൻ പറഞ്ഞത്, അതാണ് നമ്മൾ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. എന്ന് തൊട്ടാണോ അവരുടെ ഡ്യൂ ഡേറ്റ് തുടങ്ങിയത്, അവർ ആക്ച്വലി എന്നാണ് പേയ്മെന്റ് ചെയ്തത്, ആ ഡേറ്റ് വരെ, ഓക്കെ, ഫ്രം ദ ഡ്യൂ ഡേറ്റ് ടു ദ ആക്ച്വൽ പേയ്മെന്റ് ചെയ്ത ആ ഡേറ്റ് വരെ അവർക്ക് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇൻ കേസ് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനി ഇസ് സൈലന്റ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അങ്ങനെ ഒരു റേറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഓർ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ക്ലോസ് ടു ദിസ് എഫക്ട്, ടേബിൾ എഫ് ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 അപ്ലൈസ് വിച്ച് പ്രൊവൈഡ്സ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ. ഇതാണ് നമുക്ക് നോക്കാനുള്ളത്. എന്താണ്? അറ്റ് 10% per annum. However, the company has the right to waive the interest on calls in arrear. ഒരു പക്ഷേ കമ്പനി, അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പക്ഷേ കമ്പനിക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ ഡയറക്ടറിന് ഈ റൈറ്റ് എനിക്ക് യൂസ് ചെയ്യണ്ട, ഞാൻ ഫർഗോൺ ചെയ്യുവാണ് എന്ന് തോന്നിയാൽ അതും ചെയ്യാം. ഓക്കെ, ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഈസ് കോൾസ് ഇൻ അഡ്വാൻസ്. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സാധനമാണ്, കോൾസ് ഇൻ അരിയറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അതായത്
കോൾസ് ഇൻ എറിയറിൽ എന്താ സംഭവിച്ചേ? കൊടുക്കാൻ നമ്മൾ ആ ഡേറ്റ് വന്നപ്പം, പേയ്മെന്റ് ചെയ്യാനുള്ള ഡേറ്റ് വന്നപ്പം നമ്മൾ ചെയ്യാതെ കുറേം കൂടെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നത്. അതിനെയാണല്ലോ കോൾസ് ഇൻ എറിയർ എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുമ്പം എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? യെസ്, നേരത്തെ പേ ചെയ്ത് പേയ്മെന്റ് ചെയ്യേണ്ട ഡേറ്റ് വരുന്നതിന് മുന്നേ, അല്ലെങ്കിൽ അവർ കോൾ ചെയ്യുന്നതിന് മുന്നേ, കമ്പനി കോൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ അഡ്വാൻസ് ആയിട്ട് അവരെന്ത് ചെയ്തു? പേയ്മെന്റ് ചെയ്തു. സീ, some shareholders may sometimes pay the amount not yet called. അതായത് കമ്പനി ഇതുവരെയും കോൾ ചെയ്തിട്ടില്ല, ഇറ്റ് ഹാസ് നോട്ട് യെറ്റ് ബീൻ കോൾഡ്. ഓക്കെ, അതിന് മുന്നേ തന്നെ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്ത്? പേയ്മെന്റ് ചെയ്ത്. സച്ച് എമൗണ്ട് ഇസ് നോൺ ആസ് കോൾസ് ഇൻ അഡ്വാൻസ്. നമുക്ക് സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി ഹാസ് ഇഷ്യൂഡ് എന്താണ് 1 lakh shares at ₹10 each. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. കുറേ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, കുറേ സബ്സ്ക്രൈബേഴ്സ് അത് 98,000 ഷെയർസ് മേടിച്ചവരാണ്. ഓക്കെ, ഇവരെല്ലാവരെയും കൂടി ചേർത്ത് എത്രയാണ്? 98,000 ഷെയർസ് ആണ് മേടിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ വേറൊരാളുടെ പേര് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ എന്താണ്? ഒരു കാർത്തിക്. ഓക്കെ, കാർത്തിക് എന്ന് പറയുന്ന ആള് എന്ത് ചെയ്തു? 2,000 ഷെയർസ് ആണ് മേടിച്ചേക്കുന്നത്. ഓക്കെ, 2,000 ഷെയർസ് ആണ് ഇവിടെ കാർത്തിക് എന്ത് ചെയ്തേക്കുന്നത്? മേടിച്ചേക്കുന്നത്. അത് ഓക്കെ ആണോ? അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ സമയത്ത് 4 രൂപ വിളിച്ചു, അലോട്ട്മെന്റ് സമയത്ത് 2 രൂപ വിളിച്ചു, ഫസ്റ്റ് കോൾ സമയത്ത് 1 രൂപ ആൻഡ് സെക്കൻഡ് കോൾ സമയത്ത് 1 രൂപ, അങ്ങനെയാണ് വിളിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആപ്ലിക്കേഷൻ സമയത്ത് കാർത്തിക് കറക്റ്റായിട്ട് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 രൂപ വെച്ചാണ് വിളിച്ചത്, കറക്റ്റായിട്ട് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അലോട്ട്മെന്റ് സമയത്ത് വന്നപ്പം അലോട്ട്മെന്റിന്റെ പൈസ കൃത്യമായിട്ട് ചെയ്തു. അതുപോലെ തന്നെ ബാക്കി, അതായത് ഫസ്റ്റ് കോൾ സമയത്തും സെക്കൻഡ് കോൾ സമയത്തും വിളിക്കേണ്ടതായിട്ടുള്ള, കമ്പനി ഇനി ഫ്യൂച്ചറിൽ വിളിക്കേണ്ടതായിട്ടുള്ള, ഇതുവരെ വിളിച്ചിട്ടില്ലാത്ത എമൗണ്ടും കൂടി ആ സമയത്ത് തന്നെ എന്ത് ചെയ്ത്? കൊടുത്ത് തീർത്ത്. അതായത് ഫസ്റ്റ് കോളിന്റെ 1 രൂപ ആൻഡ് സെക്കൻഡ് കോളിന്റെ 1 രൂപയും കൂടി എന്ത് ചെയ്ത്? മുന്നേ തന്നെ അലോട്ട്മെന്റ് സമയത്ത് തന്നെ അഡ്വാൻസ് ആയിട്ട് കൊടുത്ത് തീർത്തു. മനസ്സിലായ? അതായത് ഇവിടെ കോൾസ് ഇൻ എറിയർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഫസ്റ്റ് കോൾ സമയത്ത് 2000 രൂപയുടെ ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു എത്രയാണ്? 2000. സെക്കൻഡ് കോൾ സമയത്ത് 2000 രൂപയുടെ ഇൻറ്റു 1 എന്ന് പറയുന്നത് 2000. അതായത് ഇവിടെ ടോട്ടൽ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ 4000 ആണ് ഇവിടുത്തെ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് ഏത് ബാലൻസ് ആയിരിക്കും എന്നുള്ളൊരു ഡൗട്ടും കൂടി നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞു കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് കോൾസ് ഇൻ എറിയറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ന് പറഞ്ഞു. കോൾസ് ഇൻ എറിയർ ഡെബിറ്റ് സൈഡ് ആകുമ്പം നേരെ ഓപ്പോസിറ്റ് ആണ് കോൾസ് ഇൻ അഡ്വാൻസ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അത് ഓർത്ത് വെക്കുക. ബട്ട് അത് എന്തുകൊണ്ടാണ് അത് കോൾസ് ഇൻ അഡ്വാൻസ് ക്രെഡിറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആകുന്നത് എന്നും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടായിരിക്കും അത് ക്രെഡിറ്റ് ബാലൻസ് ആകുന്നത് എന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ഒരു ട്യൂഷന് പോകുന്നു. ട്യൂഷന് പോകുമ്പോഴത്തേക്ക് എന്താണ്, നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് 3-4 മാസത്തിന്റെ ഫീസ് അഡ്വാൻസ് ആയിട്ട് നിങ്ങളുടെ ട്യൂഷൻ ടീച്ചറിന് അഡ്വാൻസ് പേയ്മെന്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അപ്പം ട്യൂഷൻ ടീച്ചറുടെ, അല്ലെങ്കിൽ ഇപ്പം ഞാനാണ് നിങ്ങളുടെ ട്യൂഷൻ ടീച്ചർ എന്ന് വെച്ചാൽ, നിങ്ങൾ എനിക്ക് അഡ്വാൻസ് ആയിട്ടാണ് ആ പേയ്മെന്റ് 3-4 മാസത്തെ എൻ്റെ ഫീസ് എനിക്ക് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്ത്. ഇനി ഈ പറയുന്ന 3-4 മാസം ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരേണ്ടതായിട്ടുണ്ടോ? ഉണ്ട്. അവിടെ സർവീസ് ഇതുവരെയും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഞാൻ ലയബിൾ ആണ് നിങ്ങൾക്ക്, അല്ലേ? അപ്പം ലയബിലിറ്റി ആണ് അവിടെ വരുന്നത്. ഒരു പക്ഷേ ഈ പറയുന്ന ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ട്യൂഷൻ കൊള്ളത്തില്ല എന്നും പറഞ്ഞ് നിങ്ങൾ വിട്ടിട്ട് പോയാൽ എനിക്ക് ഈ പേയ്മെന്റ്, നിങ്ങൾ എനിക്ക് അഡ്വാൻസ് തന്ന ഈ പേയ്മെന്റ് ഞാൻ തിരിച്ചു തരേണ്ടതായിട്ടുള്ളൊരു ബാധ്യത എനിക്കില്ലേ? വാട്ട് ഡു യു മീൻ ബൈ ബാധ്യത? ലയബിലിറ്റി ആണല്ലേ? അപ്പം ഇവിടെയും ഒരു ലയബിലിറ്റി ആണുള്ളത്. ഞാൻ ഫ്യൂച്ചറിലാണ് വിളിക്കാൻ പോകുന്നത്, കോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം എനിക്ക് അഡ്വാൻസ് ആയിട്ട് ഇപ്പോഴേ നിങ്ങൾ ആ പൈസ എനിക്ക് തന്നു. ഓക്കെ, അപ്പം എനിക്കിവിടെ ഒരു, ആസ് എ കമ്പനി എനിക്കിവിടെ ഒരു ലയബിലിറ്റി ഇല്ലേ? അപ്പം ആ ലയബിലിറ്റി ഇൻക്രീസ് ആവുമ്പം
ഏത് ബാലൻസാ വരേണ്ടത്? ക്രെഡിറ്റ് ബാലൻസ് ആണ് വരേണ്ടത്. അപ്പം കോൾസ് ആൻഡ് അഡ്വാൻസ് എന്ന് പറയുന്നത് ഏത് ബാലൻസ് ആയിട്ട് നമുക്ക് കൂട്ടാം? ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് കൂട്ടാം. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ സെയിം എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ജേർണൽ എൻട്രീസ് നോക്കാം. അപ്പൊ ആദ്യം തന്നെ എന്താണ് റിസീവ്ഡ് എന്നും പറഞ്ഞുള്ള ജേർണൽ എൻട്രി വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. എവിടെ റിസീവ് ചെയ്യുന്ന? ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റാർ ടു ഷെയർ ആപ്ലിക്കേഷൻ. എത്ര രൂപയാണ്? 1 lakh ഷെയർസ് ആണ് ആദ്യം വിളിച്ചത്. 4 lakh ആയിരുന്നു. അപ്പം 4 lakh ആൻഡ് 4 lakh. ഇതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, അപ്പം അടുത്തത് ഡ്യൂ ആവുന്നതിന്റെ എമൗണ്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ജേർണൽ എൻട്രി എങ്ങനെയാണ്? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റാർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലോട്ടായിരിക്കും മാറ്റുന്നത്. അതും നമുക്ക് എന്ത് ചെയ്യാം? 4 lakh അതും നമ്മൾ എഴുതി. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, അലോട്ട്മെന്റ് സമയത്ത് ആദ്യം നമ്മൾ വിളിക്കുമ്പോഴത്തേക്ക് അത് ഡ്യൂ എന്നും പറഞ്ഞാണ് കാണിക്കുന്നത് അല്ലേ? യെസ്. അതിന്റെ എൻട്രി എങ്ങനെയാണ്? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റാർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എത്രയാണ് നമുക്ക് അലോട്ട്മെന്റ് സമയത്ത് കിട്ടേണ്ടിയിരുന്നത്? 1 lakh ആണ് നമ്മുടെ ടോട്ടൽ ഷെയർ. 2 രൂപ വെച്ചാണ് അലോട്ട്മെന്റ് സമയത്ത് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാം? സോ 1 lakh അലോട്ട്മെന്റ് സമയത്ത് 2 രൂപ വെച്ചാണ് നമ്മൾ വിളിച്ചത്. ഇൻറ്റു 2 എന്ന് പറയുന്നത് 2 lakh ആണ് നമുക്ക് ഡ്യൂ, അതായത് കിട്ടേണ്ട എമൗണ്ട് ആണ്. മനസ്സിലായോ? നെക്സ്റ്റ്, ഡ്യൂ കഴിഞ്ഞു. നമ്മൾ ചോദിച്ചു, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് 2 ലക്ഷം പേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചു. അപ്പം അവര് പേയ്മെന്റ് ചെയ്യണം. എല്ലാവരും പേയ്മെന്റ് ചെയ്തായിരുന്നോ? ഉറപ്പായിട്ടും ചെയ്തായിരുന്നു. അപ്പം ഷെയർ അലോട്ട്മെന്റിൽ നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? ഷെയർ അലോട്ട്മെന്റിൽ അങ്ങനെ നോക്കിയാൽ, നിങ്ങൾ ലോജിക്കലി നോക്കിയാൽ മതി. അലോട്ട്മെന്റിൽ നമുക്ക് കിട്ടേണ്ടത് എത്ര ആയിരുന്നു? 2 lakh rupees ആയിരുന്നു നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് മനു എത്ര രൂപയാണ് നമുക്ക് തന്നത്? നമ്മുടെ ഈ അലോട്ട്മെന്റ് സമയത്ത് എല്ലാം കൂടി ചേർത്താണ്, അതായത് ഫസ്റ്റ് കോളിന്റെയും സെക്കൻഡ് കോളിന്റെയും കൂടി ചേർത്താണ് എന്ത് തന്നത്? അദ്ദേഹം നമുക്ക് പൈസ തന്നത്. അപ്പം 4000 അല്ലേ നമ്മുടെ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്? 2000 പ്ലസ് 2000. ഈ 2000 എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായല്ലോ? യെസ്, 4000 ആണ് നമുക്ക് കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് വന്നത്. അപ്പം അഡ്വാൻസും കൂടി ചേർത്ത് നമ്മുടെ ബാങ്കിൽ ഇപ്പൊ എത്രയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എത്ര രൂപ അമൗണ്ട് എഴുതാൻ നമുക്ക്? 2,04,000 rupees ആണ് നമുക്കിപ്പം കിട്ടിയത്. മനസ്സിലായോ? ഇത് റിസീവ്ഡിന്റെ എൻട്രി ആണ്. ഓക്കെ, അടുത്തത് ഇനി ഫസ്റ്റ് കോൾ സമയത്ത്, സെക്കൻഡ് കോൾ സമയത്ത് നമുക്ക് അത് എങ്ങനെ എഴുതാം? ആദ്യം നമുക്ക് ഡ്യൂ ആവുന്നതിന്റെ, ഫസ്റ്റ് കോൾ സമയത്ത് നമ്മൾ വിളിക്കണമല്ലോ, വിളിക്കുന്നതിന്റെ ജേർണൽ എൻട്രി, ഡ്യൂ ആവുന്നതിന്റെ ജേർണൽ എൻട്രി എങ്ങനെയാണ്? ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റാർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അത് നമുക്ക് അറിയാം. ഇതിന്റെ എമൗണ്ട് എങ്ങനെയാണ്? 1 lakh. ഫസ്റ്റ് കോൾ സമയത്ത് 1 രൂപയാണ് നമ്മൾ വിളിച്ചത് അല്ലേ? അപ്പം 1 lakh into 1 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1 lakh rupees തന്നെയാണ്. അത് നമ്മൾ അങ്ങനെ എടുത്ത് എഴുതുക. കഴിഞ്ഞു. ഇനി അടുത്തത് റിസീവ്ഡ് ആണ്. റിസീവ് ആവുന്നതിന്റെ സമയത്ത്, ഓക്കെ, റിസീവ് ആവുന്ന സമയത്ത് എങ്ങനെയാടാ നമ്മൾ എഴുതുന്നത്? നമ്മൾ എഴുതുന്നത്? നമുക്ക് കിട്ടിയത് എത്രയാണ്? ബാങ്ക് അക്കൗണ്ടിൽ 98,000 ഷെയർസ് മാത്രമേ നമുക്കിനി ഉള്ളൂ അല്ലേ? 98,000 ഷെയർസ് മാത്രമേ നമുക്കിനി ബാക്കിയുള്ളൂ. 98,000 into 1 എന്ന് പറയുന്നത് 98,000 ആണ് നമുക്ക് എന്ത് ചെയ്തത്? കിട്ടിയത്. മനസ്സിലായോ? ബാങ്ക് അക്കൗണ്ടിൽ വന്നത്. ബാലൻസ് ഈ പറയുന്ന 2,000 എന്ന് പറയുന്നത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എന്തുകൊണ്ടാണ് കോൾസ് ഇൻ അഡ്വാൻസ് കാണിക്കുന്നത്? കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് നമ്മളവിടെ രജിസ്റ്റർ ചെയ്തു. അത് നമുക്കിവിടെ ക്യാൻസൽ ചെയ്യണ്ടേ? ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് നമുക്ക് പോസ്റ്റ് ചെയ്താൽ പോരെ? ക്രെഡിറ്റ് സൈഡിലുള്ളത് നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഓപ്പോസിറ്റ് ഡെബിറ്റ് സൈഡിലും കിട്ടാൽ മതി. ഈ സമയത്ത് നമുക്ക് ഓൾറെഡി കിട്ടിയ എമൗണ്ടാ. ഫസ്റ്റ് കോൾ വരുമ്പോഴത്തേക്ക് അതങ്ങ് ക്യാൻസൽ ചെയ്താൽ മതി. ഓക്കെ ആവും. അപ്പം 2,000 rupees ആണ് നമ്മുടെ കാർത്തിക് പേ ചെയ്യേണ്ടിയിരുന്നത്. 2,000 ഷെയർസ് ആണ് മേടിച്ചത്. ഇൻറ്റു 1 എന്ന് പറയുന്ന 2,000 എവിടെ പോയി?
കോൾസ് ആൻഡ് അരിയേഴ്സിൽ അത് നമ്മൾ അങ്ങ് ക്യാൻസൽ ചെയ്തു. ബിക്കോസ് വി ഓൾറെഡി ഗോട്ട് അഡ്വാൻസ് ആയിട്ട് നമുക്ക് അത് ഓൾറെഡി പേയ്മെന്റ് നടത്തിയ കാര്യമാണ്. ഇത് ചെയ്യുമ്പോഴത്തേക്ക് ടോട്ടല് 1 lakh ഇവിടെ ഓക്കെ ആയി. സെറ്റായോ? അതേപോലെ തന്നെ ഫൈനൽ കോൾ സമയത്തും എത്രയാണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത്? യെസ്, 1 lakh വെച്ച് ഇൻറ്റു 1 rupees ആണ് ചോദിച്ചത്. അപ്പം നമുക്ക് എത്ര കിട്ടി? 1 lakh. ഇതാണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. ഓക്കെ, ഡ്യൂ ആവുന്നതിന്റെ ജേർണൽ എൻട്രി ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ആൻഡ് ലാസ്റ്റ് റിസീവ് ആവുന്നതിന്റെ എങ്ങനെയാണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റാർ ടു ഷെയർ അലോട്ട്മെന്റ് ആണ്. ഇവിടെ നമുക്ക് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന ആദ്യമേ നമുക്ക് അലോട്ട്മെന്റ് സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫൈനൽ കോൾ വന്നപ്പം അത് നമ്മൾ ക്യാൻസൽ ചെയ്യും. ഓക്കെ, ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ആദ്യമേ അതെടുത്തങ്ങ് എഴുതാം. 2000 rupees നമുക്ക് ആദ്യമേ കിട്ടിയതല്ലേ, അതെടുത്തങ്ങ് ക്യാൻസൽ ചെയ്യാം ആദ്യമേ. അപ്പം ബാക്കി ഇനി എത്ര ഉള്ളത്? 98,000 ആണ്. ടോട്ടൽ എത്ര ആണ്? 1 lakh rupees നമുക്ക് കിട്ടി. മനസ്സിലായോ? ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ കൂടെ തന്നെ കോൾസ് ആൻഡ് അഡ്വാൻസിലും നമുക്ക് എന്തുണ്ട്? ഇൻട്രസ്റ്റ് നമുക്ക് ചെയ്യാം. ഈ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ആൻഡ് അഡ്വാൻസും നമ്മുടെ CBSE സിലബസിൽ +2 CBSE സിലബസിൽ നമുക്ക് പഠിക്കാനില്ല. പക്ഷേ എന്ത് പഠിച്ചു വെക്കണം? ഇൻട്രസ്റ്റ് റേറ്റ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. സോ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ്? ദ കമ്പനി ഈസ് ലൈബിൾ ടു പേ. ഓക്കെ, നമുക്ക് അഡ്വാൻസ് ആണ് കിട്ടിയത് അല്ലേ? അപ്പം 2-3 മാസത്തിന് മുന്നേ അവർ നമുക്ക് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തു. അപ്പം നമ്മൾ തിരിച്ച് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് തിരിച്ച് നമ്മൾ ആസ് എ കമ്പനി നമ്മൾ തിരിച്ച് ആ ഷെയർ ഹോൾഡറിന് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കൊടുക്കണം. മനസ്സിലായോ? അതിന്റെ റേറ്റ് എങ്ങനെയാണ്? അതാണ് ഇവിടെ പറയുന്നത്. ദ കമ്പനി ഈസ് ലൈബിൾ ടു പേ ദ ഇൻട്രസ്റ്റ് ഓൺ ദ എമൗണ്ട് ഓഫ് കോൾസ് ഇൻ അഡ്വാൻസ് ഫ്രം ദ ഡേറ്റ് ഓഫ് റിസിപ്റ്റ്. എന്നതാണ് കിട്ടിയത്, എന്ന് തൊട്ടാണോ അവർക്ക് ആ അഡ്വാൻസ് കിട്ടിയത് അന്ന് തൊട്ട്. അപ്പൊ ഫൈനൽ കോളിന്റെ അഡ്വാൻസ് ആണ് കിട്ടിയതെങ്കിൽ അവരെന്നാണോ അത് പേ ചെയ്തത് അത് തൊട്ട് ഫൈനൽ കോൾ വിളിക്കുന്നിടം വരെ ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പം ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ടിൽ വെൻ ദ കോൾ ഇസ് ഡ്യൂ ഫോർ പേയ്മെന്റ് അറ്റ് 12% പെർ ആനം. ഇതും നമ്മുടെ എവിടാണ്? കമ്പനീസ് ആക്ട് 2013 ടേബിൾ എഫ് എന്ന് പറയുന്ന ആ ടേബിളിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതാണ് ബ്രാക്കറ്റിൽ ടേബിൾ എഫ് എന്നും പറഞ്ഞ് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ എന്ന് പറയുമ്പം മാക്സിമം എത്ര, അതായത് ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? 10% ആയിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് വന്നപ്പം എത്രയാണ്? 12% ആണ് ഇൻട്രസ്റ്റ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.